ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് യെല്ലോ നോക്കിയാലോ. അതിന് ഞാൻ ആദ്യം തന്നെ വൈറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള പേസ്റ്റൽ കളർ യെല്ലോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫസ്റ്റിൽ എടുക്കുമ്പോൾ വളരെ കുറച്ച് യെല്ലോ മാത്രം എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് വൺ ഇങ്ങനെ ചെയ്തത്. കാര്യമായിട്ട് പറയാനൊന്നുമില്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇത് മെയിനായിട്ട് വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ്. നമ്മൾ എടുക്കുന്ന യെല്ലോയുടെയും വൈറ്റിൻ്റെയും റേഷ്യോ മാറുമ്പോഴാണ് നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കിട്ടുന്നത്. ആദ്യം നമ്മൾ യെല്ലോ കുറച്ചായിരുന്നു എടുത്തത്, വളരെ കുറച്ച്. പിന്നെ നമ്മൾ യെല്ലോയുടെ കളർ കൂട്ടി കൂട്ടി കൊണ്ടുവന്നു. അതുപോലെ വൈറ്റ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ യെല്ലോയുടെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കിട്ടിയത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് വൈറ്റ് ഉണ്ടാക്കുമോ ചോദിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ പെയിന്റ് മിക്സ് ചെയ്യുമ്പോൾ വൈറ്റ് കളർ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു, പക്ഷെ അത് വർക്കായില്ല. ഇനി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് യെല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുവരെ നമ്മൾ പേസ്റ്റൽ കളർ യെല്ലോയും അതുപോലെ വൈറ്റും ആണ് ആഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഡാർക്കിലോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള യെല്ലോ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള യെല്ലോ ഷെയ്ഡിൽ വൈറ്റ് വെച്ച് ആഡ് ചെയ്യുമ്പോൾ പേസ്റ്റൽ കളർ യെല്ലോ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കിട്ടിയ പേസ്റ്റൽ കളറിൽ ഞാൻ യെല്ലോ വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഡിഫറെൻറ്റ് ഷെയ്ഡ് കളർ തന്നെ ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരുപോലെ തോന്നുന്നുണ്ടല്ലേ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഏത് കളർ എടുക്കണം എന്നോട് കമൻറ്റ് ചെയ്യാം കേട്ടോ.